അപ്പോൾ ഇന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അപകടം പിടിച്ചൊരു പ്രസ്താവന നടത്തി കളഞ്ഞു. അതായത് 100-ലധികം മണ്ഡലങ്ങളിൽ വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കാട് കയറും, വനവാസത്തിന് പോകും എന്ന് പറഞ്ഞു. സാധാരണഗതിയിൽ അത്രയും ശക്തിയോടെ ഒരാൾ പറയില്ല. അതെന്താണ് അത്രയും ഒരു ആത്മവിശ്വാസം? ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. എനിക്കെതിരായിട്ടൊരു വെല്ലുവിളി ഉയർന്നു. ഞാൻ 100-ലധികം സീറ്റ് കിട്ടും എന്നുള്ളത് ഞങ്ങളുടെ കണക്കാണ്. അപ്പോൾ 100-ലധികം സീറ്റ് വാങ്ങിച്ച് അധികാരത്തിലേക്ക് വരാൻ പറ്റും എന്നുള്ളത് ഇതിന് മുൻപുള്ള തെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ടുകൾ നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടാണ്, പൊളിറ്റിക്കൽ അനാലിസിസ് നടത്തിക്കൊണ്ടാണ് ഇത് പറഞ്ഞത്. ഞാൻ അതിന് ഉത്തരം പറഞ്ഞത് ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് പറഞ്ഞത്. തിളക്കമാർന്ന വിജയം എന്നേ പറഞ്ഞു. തിളക്കമാർന്ന വിജയം UDF നേടിക്കൊടുക്കാൻ കഴിഞ്ഞില്ലേ? UDF പരാജയപ്പെട്ടാൽ എന്ത് ചെയ്യുമെന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ UDF പരാജയപ്പെടുക എന്നുള്ളത് സാങ്കല്പികമായ കാര്യമാണ്. പക്ഷേ അത് എൻ്റെ പരാജയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും UDF അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിൽ പോകുമോ? ഞാൻ രാഷ്ട്രീയ വനവാസം നിങ്ങളെ കാട് കയറ്റാൻ വേണ്ടി പല ആൾക്കാരും കണക്കൂട്ടിയിരിക്കുക. അത് അല്ല, നമ്മുടെ ഒറ്റയ്ക്കുള്ള ഒരു കോൺഫിഡൻസ് അല്ലല്ലോ. UDF നേതാക്കന്മാരുടെ പ്രവർത്തകരുടെ കോൺഫിഡൻസ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തൃക്കാക്കരയിൽ തെരഞ്ഞെടുപ്പ് നടന്നു. 25,000 വോട്ടിനാണ് ജയിച്ചത്. പുതുപ്പള്ളിയിൽ 37,000 വോട്ടിനാണ് ജയിച്ചത്. പാലക്കാട് 18,000 വോട്ടിനാണ് ജയിച്ചത്. ബൈ ഇലക്ഷനാണ്. 6 ഇരട്ടിയും 7 ഇരട്ടിയും ഇരട്ടിയൊക്കെ ഉള്ള വോട്ടിനാണ് ജയിച്ചത്. ചേലക്കരയിൽ അവരുടെ ഭൂരിപക്ഷം 40,000-ൽ നിന്ന് 12,000 ആക്കി. നിലമ്പൂരിൽ അവരുടെ 3,000 വോട്ടിന് അവർ ജയിച്ച സീറ്റ് 11,000-ലധികം വോട്ടിന് ഞങ്ങൾ ജയിച്ചു. പാർലമെന്റ് ഇലക്ഷനിൽ മലബാറിലെല്ലാം 1,00,000-ൽ മീതെ വോട്ടാണ് ഭൂരിപക്ഷം ഗൗരവമായി വർദ്ധിച്ചു. 18 സീറ്റ് 20-ൽ കിട്ടി. പിന്നീട് വന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വേറെ, അത് നാഷണൽ ഇഷ്യൂസ് എല്ലാം ആണ്. ലോക്കൽ ബോഡി ലോക്കൽ ഇഷ്യൂസ് ആണ്. ശരി, ഞങ്ങൾ മിഷൻ 25 ആരംഭിച്ചു. നല്ല ചിട്ടയായിട്ടുള്ള പ്രവർത്തനം നടത്തി. കഴിഞ്ഞ 30 വർഷക്കാലത്തെ ഏറ്റവും തിളക്കമാർന്ന വിജയം ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ നേടി. 4 കോർപ്പറേഷൻ, ശരിക്കും ഒരു 123 വോട്ടിനാണ് കോഴിക്കോട് കോർപ്പറേഷനിലെ 6 സീറ്റ് പോയത്. ഇല്ലെങ്കിൽ കോഴിക്കോട് കണക്കൂട്ടിലൊക്കെ കൃത്യമായിരുന്നു. അപ്പൊ നമ്മൾ അതിന്റെ തുടർച്ച മിഷൻ 26 ഞങ്ങൾ നേരത്തെ ആരംഭിച്ചതാണ്. ഇപ്പൊ ഈ ആന്റി ഇൻകംബൻസി എന്ന് പറയുന്ന ഗവൺമെന്റിനെതിരായ ജനവിരുദ്ധ വികാരം ലോക്കൽ ബോഡിയിലല്ല ശരിക്കും വരുന്നത്. ലോക്കൽ ബോഡിയിൽ കുറച്ചേ പ്രതിഫലിച്ചിട്ടുള്ളൂ. കാരണം സ്ഥാനാർത്ഥിയും ലോക്കൽ കാരണങ്ങളെല്ലാം വരും. അസംബ്ലി ഇലക്ഷനാണ് ഒരു ഗവൺമെന്റിനെതിരായ പ്രതിഷേധവും ആന്റി ഇൻകംബൻസിയൊക്കെ പ്രതിഫലിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ധാരണ എൻ്റെ മനസ്സിലുണ്ട്, ഞങ്ങളുടെ ടീമിന് എല്ലാവർക്കും ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പുതുയുഗയാത്ര ആരംഭിക്കുന്നത്. പുതുയുഗയാത്ര 30 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ 100 സീറ്റിലധികം നേടി അധികാരത്തിൽ വരും എന്നുള്ള ഞങ്ങളുടെ കണക്കുകൂട്ടൽ ഞങ്ങൾ ഒന്നുകൂടി അടിവരയിട്ടു. 101. കാരണം അത്രയും വലിയ ജനവിധി. ഇപ്പോൾ നമ്മളിനി ഏപ്രിൽ 9 ഒരു 15 ദിവസങ്ങളേ ഉള്ളൂ. ഈ 15 ദിവസങ്ങളെ മത്സര രംഗം ചൂടായി. പലയിടങ്ങളിലും ത്രികോണ മത്സരം നടക്കുന്നു. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിഷയങ്ങൾ വിവാദമായി കൺമുന്നിൽ വരുന്നു. ഈ ഒരു സമയത്തും നിങ്ങൾ ഈ രാഷ്ട്രീയ വനവാസവും പ്ലസ് 100 സീറ്റുമായി നിൽക്കുകയാണോ? അതോ മാറ്റം? ഞാൻ പറഞ്ഞല്ലോ, UDF 100 സീറ്റിലധികം നേടി അധികാരത്തിൽ വരും. UDF പരാജയപ്പെടുകയാണ് എന്നുള്ളതാണല്ലോ ചോദ്യത്തിന്റെ പ്രശ്നം. UDF പരാജയപ്പെട്ടാൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം എനിക്കാണ്. വളരെ ചെറുപ്പമാണ്. പക്ഷേ ഇല്ല, അത് ഞാൻ ഏറ്റെടുക്കുക. കാരണം എന്നെ ഏൽപ്പിച്ചത് 2021 തുടർച്ചയായ 2 പരാജയം നേരിട്ടു. കേരള രാഷ്ട്രീയത്തിൽ സമീപകാലത്തൊന്നും ഇല്ലാത്ത ഒരു തോൽവി. ഓൾട്ടർനേറ്റീവ് ഗവൺമെന്റ് വന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് തുടർച്ചയായി നമ്മൾ പരാജയപ്പെട്ടപ്പോൾ ആളുകളുടെ മുറയിൽ പോയി. പാർട്ടി നേതാക്കളുടെ, പാർട്ടി പ്രവർത്തകരുടെ അവരെല്ലാം തളർന്നുപോയി. ഇനി എങ്ങനെ തിരിച്ചു വരാൻ പറ്റുമെന്നുള്ളത് അവിടെയാണ് എന്നെ ഏൽപ്പിച്ചത്. എൻ്റെ ദൗത്യം എന്താണ്? അവരുടെ മുറയിൽ ബൂസ്റ്റ് ചെയ്ത് അവരെ ആവേശഭരിതരാക്കി അവരെ തിരിച്ച് ആത്മവിശ്വാസം കൊണ്ടുവന്ന് നമ്മൾ ജയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുക. അത് എത്തിച്ചിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ അത് എത്തിക്കാൻ കഴിഞ്ഞില്ല, ജയിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് പൂർണ്ണമായ ഉത്തരവാദിത്തമുണ്ട്. ഞാനായിരിക്കും അതിന്റെ ഉത്തരവാദി. ഞാനാണ് ഇത് ക്രെഡിറ്റ് അല്ല. വിജയിക്കുമ്പോൾ അവർക്കെല്ലാവരുടെയും ക്രെഡിറ്റ് ഉണ്ട്. വിജയിക്കുമ്പോൾ ഞാൻ മാത്രമായിരിക്കും അതിന്റെ ഉത്തരവാദി. അപ്പൊ ഞാൻ തീർച്ചയായിട്ടും ഈ 30 വർഷത്തെ ഏറ്റവും തിളക്കമാർന്ന വിജയം നേടി ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ജയിച്ച് ഞാൻ പത്രസമ്മേളനം നടത്താൻ പോകുമ്പോഴും എന്നോട് ചോദിച്ച ചോദ്യം ഇതാണ്. ഇപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ഇടയിലും എന്നെ വനവാസത്തിൽ അയക്കണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടെന്ന് എനിക്കന്ന് മനസ്സിലായി. അപ്പൊ എന്നോട് ചോദിച്ചു, ഇതുപോലെ തന്നെ അസംബ്ലിയിൽ വന്നില്ലെങ്കിൽ അസംബ്ലിയിൽ ജയിച്ചില്ലേ പോവാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അന്നൊരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടി നിങ്ങളോട് ഞാൻ പറയും. അവസാനത്തെ പത്രസമ്മേളനം എന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ അവസാനത്തെ പത്രസമ്മേളനം.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.